എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെയ്റ്റ് ലോസിൻ്റെ 12ാമത്തെ ദിവസമാണ് കേട്ടോ. ഈ 12 ദിവസവും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുകയും ചിട്ടയോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നിങ്ങളെ മുന്നിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വരുന്നത്. കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്ക് മോൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ദിവസവും വരാൻ കഴിയാത്തത് കേട്ടോ. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഈ ഒരു ദിവസം പോലും വ്യായാമം മുടക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വാമപ്പ് തുടങ്ങിയിട്ട് വാമപ്പോട് കൂടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഞാൻ ഏകദേശം കൃത്യം 1 മണിക്കൂറാണ് കേട്ടോ ഇന്ന് എൻ്റെ വ്യായാമം ചെയ്തത്. ഞാൻ അത് ഇതുവരെ ഞാൻ പറഞ്ഞില്ല, ആദ്യം തുടക്കത്തിൽ 15, 20, 30 അങ്ങനെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഇന്ന് കൃത്യം 1 മണിക്കൂർ ഞാൻ ചെയ്തു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നല്ല എനർജി ആയിരുന്നു 1 മണിക്കൂർ ചെയ്തത്. പക്ഷേ സിമ്പിളാണ്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായ ഒരു എക്സസൈസ് വേറെ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് പ്രായക്കാർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പൊന്നും വരില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനിക്കുകയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സസൈസ് ഒരു മടുപ്പ് വരും. നാളെ ഇത് ചെയ്യണ്ടേ, വേദനിക്കൂലേ, കാല് വേദനിച്ചു അല്ലെങ്കിൽ കൈ വേദനിച്ചു, നടു വേദനിക്കുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെ അത് ഹെവി എക്സസൈസ് ആയിരിക്കും, എന്തായാലും നമുക്ക് അത്യാവശ്യം വേദനകളൊക്കെ വരും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എനിക്കിതുവരെ ഒരു വേദനയൊന്നും ഫീൽ ചെയ്തില്ല. ഉള്ള വേദനയൊക്കെ ഒന്ന് കുറഞ്ഞ പോലെയാണ് തോന്നുന്നത്. കാരണം എനിക്ക് ഷോൾഡർ പെയിനൊക്കെ ഉണ്ട്. ആ ഷോൾഡർ പെയിനൊക്കെ ഒന്ന് കുറഞ്ഞ പോലെയാണ്. അദ്ദേഹം പറയുന്നത് ആ കൈയൊക്കെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് കൈക്ക് നല്ലൊരു ആയാസം, കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി കൂടുതലായിട്ടാണ് കേട്ടോ തോന്നുന്നത്. കണ്ടാൽ സിമ്പിളായിക്കോട്ടെ, നമ്മൾ ഹെവി എക്സസൈസ് ചെയ്താലേ മെലിയുള്ളൂ എന്നോ അങ്ങനത്തെ ഒരു വിചാരമൊന്നും വേണ്ട, ആർക്കും വേണ്ട, എനിക്കും വേണ്ട. കാരണം ഞാനും അങ്ങനെ വിചാരിച്ച് ഒരുപാട് അങ്ങനെയൊക്കെ ചെയ്താലേ ഞാൻ മെലിയുള്ളൂ എന്നൊക്കെ. പക്ഷെ അല്ല, നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താലും നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൽ ജോഗിങ് ആണ് കേട്ടോ ജാസ്തി വരുന്നത്. ജോഗിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കാലുകൾക്ക് ബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ കാലുകളാണ് നമ്മളെ ശരീരത്തിൻ്റെ ഭാരം മൊത്തം താങ്ങുന്നത്, ഈ കാലുകളല്ലേ. അപ്പോൾ ഈ കാലുകളിലെ നമ്മുടെ തുടയിലെ മസിലായാലും കാഫ് മസിലായാലും നമ്മളെ കാലിൻ്റെ അടിയിലായാലും ഒക്കെ നമുക്കൊരു ബലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെർവുകൾക്കൊക്കെ നല്ലതല്ലേ, ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇതൊക്കെ ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് ഗുണകരമായ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ജോഗിങ്, നമ്മളിപ്പോൾ ഈ മഴയാണെങ്കിൽ നല്ല മഴയത്ത് നമുക്ക് പുറത്ത് പോയിട്ട് ജോഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഒന്നും നമുക്ക് പുറത്ത് പോയി ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് സുഖമായിട്ട് ചെയ്യാം. നല്ലോണം നടക്കുന്ന പോലെ കൈയൊക്കെ വീശി, ഇതേ മോഡൽ തന്നെ കൈ വീശണം എന്നില്ല കേട്ടോ. ഞാൻ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ കാണാം നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടത്തിന് കൈയൊക്കെ വീശി നമുക്ക് ചലിപ്പിക്കുക എന്നുള്ളതുള്ളൂ. നമ്മളെ പേശികളെയൊക്കെ നല്ലോണം ചലിപ്പിക്കുക എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ചലനം നമുക്ക് നല്ലതാണ്. പിന്നെ ഏത് പ്രായക്കാർക്കും ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത് എന്നാണ് സാറ് ചോദിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാണ്ടിരുന്നിട്ട് നമുക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ ഭാഗത്തിന് നമ്മളൊരു അനക്കം കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഉറച്ച പോലുള്ളത് സ്റ്റിഫ്നെസ് കുറയും. നമ്മളെ ശരീരഭാഗങ്ങൾ നമ്മൾ പേശികളൊക്കെ അനക്കി കഴിഞ്ഞാൽ അവിടെ സ്റ്റിഫ്നെസ് കുറഞ്ഞിട്ട് നമുക്കെന്തൊരു അയവ് കിട്ടും. കണ്ടില്ലേ, ഇത് ചെയ്തു കഴിഞ്ഞാൽ കൈയിൻ്റെ ഷോൾഡർ പെയിൻ കുറയുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല നമുക്ക് മുതുകിലുള്ള പിന്നെ കൊഴുപ്പ് പോകാൻ നല്ലതാണ്. പിന്നെ കാലുകൾക്കുള്ള ചലനം, ഈ കാലിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ നല്ല ഒരു പിന്നെ ഇതാണ് കേട്ടോ. കാലിൽ ചലിക്കുമ്പോൾ നമ്മൾ ഓൾ ബോഡിയും എൻ്റെ കലോറി കുറയും, ഫാറ്റ് കുറയും. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് മെലിയാം. എങ്ങനെ പെട്ടെന്ന് മെലിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെവി എക്സസൈസ് ചെയ്തിട്ടും ഫുഡ് ഭയങ്കര കൺട്രോൾ ചെയ്താലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരുപാട് പെട്ടെന്ന് മെലിയാന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് അത്ര ഒരു താല്പര്യമില്ല, പെട്ടെന്ന് മെലിയുന്നതിനോട് താല്പര്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ട് കേട്ടോ, അങ്ങനത്തെ എക്സസൈസുകളൊക്കെ നോക്കിയിട്ടുണ്ട് എനിക്ക് മെലിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അവസാനം എന്താ പറയുക, എല്ലാം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിന് പറ്റുന്നുണ്ടോ എന്നോട് ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ അതേപോലെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പല പ്രാവശ്യം എനിക്ക് ക്ഷീണം വന്നിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. പിന്നെ ഞാൻ തന്നെ ആയിട്ട് എന്ത് ചെയ്തു, ഒരു ഇതിലെത്തി, എൻ്റെ ഒരു ഡയറ്റ് ഞാൻ തന്നെ എത്തി. എനിക്ക് എൻ്റെ ശരീരത്തിന് പറ്റുന്ന വിധത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി.
ഇപ്പോഴട്ടോ. മറ്റേ അതിൻ്റെ ഇടയിൽ ഞാൻ മധുരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് കൂടിയതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ പിന്നെ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. എക്സസൈസും അതേപോലെ ഞാൻ തിരഞ്ഞെടുത്തത് ഇത്. കാരണം കുറേ എക്സസൈസ് കണ്ടിട്ട്, പക്ഷെ എൻ്റെ ശരീരത്തിന് എനിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു എക്സസൈസ് ഞാൻ തിരഞ്ഞെടുത്തു. ഇതെനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ശരീരവേദനയൊക്കെ ഒന്ന് കുറഞ്ഞ മാതിരിയാണ്. മറ്റേത് എനിക്ക് നടുവേദന എടുത്തു, അല്ലെങ്കിൽ കാലുവേദന എടുത്തു, കാല് മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും എനിക്കുണ്ടാവും. പക്ഷെ ഇത് ചെയ്യുന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. ഇനിയും നാളെയും ചെയ്യണം, എന്നും ദിവസവും ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഞാൻ എത്തിയത് കേട്ടോ. ചില എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളേക്ക് രാവിലെ എന്തിനാ പറയുന്നത്, ബാത്റൂമിൽ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാവും, കാല് വേദനിച്ചിട്ടേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പിറ്റേന്ന് മടി വരും, അയ്യോ ഇത് ചെയ്താൽ വേദനയല്ലേ. അപ്പോൾ ഈ വേദന ഉള്ളപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുക വേണ്ട, അപ്പോൾ വേദന കുറയും. പക്ഷെ എന്താണ്, ആ വേദന ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടെങ്കിൽ നമുക്ക് മടി വരും. അതാണ് ഈ എക്സസൈസ് ഇല്ലേ. ഈ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പിന്നെ ബാലൻസ് ശരിയാവാനും, കാലിന് ഇത് കുറയാനും കേട്ടോ, അവിടുത്തെ വണ്ണം കുറയാനും, പിന്നെ ബാലൻസ് റെഡി ആവാനും വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കണ്ടില്ലേ, കൈയൊക്കെ വീശിയിട്ട് നമ്മൾ ആഞ്ഞ് വീശിയിട്ട് നടക്കുക, കണ്ടില്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് നടക്കുമ്പോൾ നടക്കുന്നില്ലേ, അതുപോലെ തന്നെ നടക്കുക. ഇങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് നടക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഈ പറയുന്ന പോലെ ഇത് ഞാൻ ചെയ്യുന്ന അതേ എക്സസൈസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കണമെന്നൊന്നും ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്നെ കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ, നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണോ ആ എക്സസൈസ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടായ എക്സസൈസ് അത് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണോ ഭക്ഷണം ഇഷ്ടം അതുപോലെ കഴിക്കുക. പക്ഷെ തീരെ പട്ടിണിയൊക്കെ കിടന്ന് നമ്മൾ മെലിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല, അത് വേഗം തടി കൂടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് അളവ് കുറച്ച് കഴിക്കുക. ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഒരു ലഡു കഴിക്കണം തോന്നിയാൽ നമ്മൾ കഴിക്കേണ്ടത് നമുക്ക് ദുഃഖം വരും അല്ലേ, എല്ലാവരും കഴിക്കുന്ന കാണുമ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഒരു കഷ്ണം ലഡു ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുക. ഞാൻ ആ ഒരു ഇതിനോട് ആളാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. ഞാൻ ഈ നോക്കുന്ന എന്താ പറയുക, മോൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം മോൻ എന്താ ചെയ്യുന്നത് നോക്കിയതാ, അവന് പഠിക്കണം. അപ്പം ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം, എൻ്റെ ഈ എക്സസൈസ് കഴിഞ്ഞിട്ട് വേണം അവന് ക്ലാസ് കണ്ടിട്ട് പഠിക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ രാവിലെ എഴുന്നേറ്റ് വന്നു അവിടെ ഇരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ എക്സസൈസൊക്കെ കണ്ടില്ല, ഇതിപ്പോൾ കൂൾ ഡൗൺ ആണ് കേട്ടോ ഈ ചെയ്യുന്നത്. 1 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിർബന്ധമായിട്ട് നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ വാമപ്പും കൂൾ ഡൗണും ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വേദന വരും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് അടുക്കളയിലേക്ക് പോയാൽ മതി. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല, കാരണം അപ്പോൾ അതൊക്കെ ചെയ്താൽ മതിയല്ലോ, തിരക്കൊന്നുമില്ല ഉള്ളതാണ്. ഇതൊക്കെ സ്ട്രെച്ചാട്ടോ, നല്ലോണം ആ ഭാഗത്തൊക്കെ നല്ല വലിവ് വരും. പിന്നെ ഞാനിന്ന് ഭക്ഷണത്തിൻ്റെതൊന്നും ഇട്ടില്ല കേട്ടോ, കാരണം ഞാൻ കഴിച്ചത് രാവിലെ 2 ചപ്പാത്തിയായിരുന്നു കഴിച്ചത്. ചപ്പാത്തിക്ക് അന്ന് ചട്നിയാണ് കേട്ടോ കൂട്ടിയത്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, ചോറിന് ചെറിയൊരു കൂട്ടുകറിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാനിടയിൽ പഴം കഴിച്ചിട്ടുണ്ട്, പിന്നെ പേരക്ക കഴിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ഞാൻ കഴിച്ചത് ഓട്സിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഓട്സിൻ്റെ ഉപ്പുമാവ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഓട്സിൻ്റെ ഉപ്പുമാവിൽ ഈ ഉള്ളിയും ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ട്, പച്ചക്കറികൾ ജാസ്തി ഇട്ട് കുറച്ച് ഓട്സ് എടുത്തിട്ട് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഒരു ബിരിയാണിയൊക്കെ പോലെ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഒന്ന് കഴിച്ചത്. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ കാണുന്നവരോട്? അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ പറയണം കേട്ടോ. എന്തെങ്കിലും തെറ്റൊക്കെ വരികയാണെങ്കിൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരണം. എങ്ങനെയുണ്ട്, നിങ്ങൾ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ പറഞ്ഞത് ശരിയായിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 1 മാസമോ അല്ല 1.5 മാസമായിട്ടേ ഉള്ളൂ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഇപ്പോഴും എല്ലാം റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ എഡിറ്റിങ്ങിലും ഒക്കെ കുറേ മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ അതൊക്കെ എല്ലാവരും ചൂണ്ടിക്കാണിക്കണം. എൻ്റെ ചാനൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം, എനിക്കറിയുന്ന പോലെയൊക്കെ. ഇനിയിപ്പോൾ ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് ലോസ്, നിങ്ങളോടൊപ്പമുള്ള ഈ വെയിറ്റ് ലോസ് ഞാനിവിടെ നിർത്തും. പിന്നെ ഞാനത് തുടരും കേട്ടോ. ഒരു 10-30 ദിവസം എന്തായാലും, 1 മാസം ഞാൻ എന്തായാലും അത് തുടരും. അപ്പോൾ എനിക്ക് ഓണമൊക്കെയല്ലേ വരുന്നത്, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ.
ഒക്കെ സ്ട്രെച്ചിങ് ആണ് കേട്ടോ. കൈക്കും ഒക്കെ ഉള്ള സ്ട്രെച്ചിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ലേ, ഇങ്ങനെയൊന്നും ആദ്യം എനിക്ക് ആക്കാനാവില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈ. ഇപ്പം ആ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കുറച്ചുകൂടെ കൈ പൊന്തണം, പക്ഷെ എൻ്റെ കൈ എത്രയെങ്കിലും പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞാൽ ഈ എക്സസൈസ് കഴിഞ്ഞ് 1 മണിക്കൂർ എക്സസൈസ്. പിന്നെ നമ്മൾ പറയുക, എന്ത് എക്സസൈസൊക്കെ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണം കേട്ടോ, കഷ്ടത്തോടെ ചെയ്യരുത്, ഇഷ്ടത്തോടെ ചെയ്യുക. അപ്പം നമുക്കതിനോടൊരു ഇഷ്ടം വരും, ഒരു പിന്നെ എന്താ പറയുക, നമുക്കത് ചെയ്യണം എന്നുള്ളൊരു തോന്നിച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് അയ്യോ ബുദ്ധിമുട്ടാണെന്ന് ഒന്നും ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ തോന്നാൻ പാടില്ല. എനിക്ക് ഏറ്റവും എക്സസൈസിൽ ഏറ്റവും ലാസ്റ്റിലെ കൂൾ ഡൗണിൽ ഇത് ഏറ്റവും എനിക്കിഷ്ടമാണ്. ശ്വാസം, പിന്നെ ശ്വാസവും ശ്രദ്ധിക്കണം കേട്ടോ. ശ്വാസം എടുക്കുന്ന എക്സസൈസ് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ വയറൊക്കെ ഒന്ന് ഉള്ളോട്ട് വലിച്ചു പിടിക്കുക, പക്ഷെ ശ്വാസം എടുക്കുക, ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്നെ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, എല്ലാവർക്കും സ്വീറ്റ് ഡ്രീം. താങ്ക് യു.